9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. കാർഷിക മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും പരിഗണന. മൊബൈൽ ഫോണിനും സ്വർണത്തിനും വില കുറയും. ബജറ്റിൽ കേരളത്തിന് നിരാശ. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4 അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ആക്രമണം. ഒരാൾ പിടിയിൽ. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തി നശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 4 പേർ പിടിയിലായി. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ലയിൽ ചുഴലിക്കാറ്റിൽ തകർന്നത് 66 വീടുകൾ. വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും തൊഴിലവസരങ്ങൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ മേഖലകൾക്കുമായി 1.98 ലക്ഷം കോടി വകയിരുത്തി. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൌകര്യമൊരുക്കും. 5000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. 1 കോടി വീടുകൾക്ക് സോളാർ പദ്ധതി സ്ഥാപിക്കുവാൻ സഹായം നൽകും. മുദ്രാ ലോൺ ഇരട്ടിയാക്കി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കിയാണ് ഉയർത്തിയത്. കർഷകർക്കുള്ള ധനസഹായത്തിൽ മാറ്റമില്ല. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയായി തുടരും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. മൊബൈൽ ഫോണിനും ചാർജറിനും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയും. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയത്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനുമിടയിൽ വാർഷിക ശമ്പളം വാങ്ങുന്നവർ 5% നികുതി നൽകണം. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ബജറ്റിൽ കേരളത്തിന് അവഗണന. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. കേരളം 24,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാനത്തിനായി പ്രത്യേക പദ്ധതികളൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. പ്രളയ ദുരിതം നേരിടാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിലും കേരളം ഉൾപ്പെട്ടില്ല. ജില്ലയുടെ പ്രതീക്ഷകൾക്കും ബജറ്റിൽ മങ്ങലേൽപ്പിച്ചു. എയിംസ്, മുസിരിസ് പൈതൃക പദ്ധതി, ടൂറിസം സർക്യൂട്ട്, തൃപ്രയാറിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതി, തൃശൂർ ശക്തൻ കൊട്ടാരം വികസനം തുടങ്ങിയവ സംബന്ധിച്ച് ബജറ്റിൽ പരാമർശമുണ്ടാകാതിരുന്നത് ജില്ലയ്ക്ക് തിരിച്ചടിയായി. അതേസമയം സുരേഷ് ഗോപിയെ MP ആയി ജയിപ്പിച്ചുവിട്ട തൃശൂരിന് കേന്ദ്ര ബഡ്ജറ്റിൽ അനുവദിച്ചത് അവഗണന മാത്രമാണെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയേൽ പറഞ്ഞു. ഭരണം നിലനിർത്താനുള്ള രാഷ്ട്രീയ സർക്കസ് കളിയായി കേന്ദ്ര ബജറ്റിനെ മാറ്റിയെന്ന് VK ശ്രീകണ്ഠൻ MP. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ നോക്കുകുത്തികളാക്കി മാറ്റിയതിന് സംസ്ഥാന BJP നേതൃത്വം മറുപടി പറയണം. രാജ്യത്തെ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ഒരു നടപടിയും ബജറ്റിലില്ലെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിയുണ്ടായിട്ട് പോലും തൃശൂരിന് കിട്ടിയത് വട്ടപൂജ്യമെന്ന് AICC മെമ്പർ അനിൽ അക്കര. കൊട്ടിഘോഷിച്ച മോദി ഗ്യാരണ്ടിയും അതിന്റെ ഉൽപ്പന്നവുമായ തൃശൂർ MP സമ്പൂർണ്ണ പരാജയമാണെന്ന് തുടക്കത്തിൽ തന്നെ തെളിയിച്ചു. ടൂറിസം മേഖലയിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോഴും ടൂറിസം സഹമന്ത്രിയുടെ സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രി തഴഞ്ഞു. കൊച്ചി മെട്രോ കോയമ്പത്തൂരിലേക്ക് നീട്ടുമെന്ന് വാഗ്ദാനം നൽകിയ കേന്ദ്ര സഹമന്ത്രിക്ക് ഇതിന്റെ സാധ്യതാ പഠനം പോലും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. പിൽഗ്രിം മേഖലയിൽ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോഴും തൃശൂർ പൂരവും ഗുരുവായൂരും മന്ത്രി മിണ്ടിയില്ല എന്ന് അനിലക്കര കുറ്റപ്പെടുത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. സ്വർണത്തിന്റെ തീരുവ കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ സ്വർണ്ണ നഗരിയായ തൃശൂരിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ജില്ലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 10,000ങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. PM ആവാസ് യോജന, മുദ്ര യോജന എന്നിവയ്ക്ക് തുക വർദ്ധിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് വീടും തൊഴിലും ഉറപ്പുവരുത്തും.
കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും നീക്കിവച്ച വൻ തുകകളുടെ പ്രയോജനം സംസ്ഥാനത്തിനും ജില്ലയ്ക്കും ലഭിക്കും. ഇടത്തട്ടുകാരായ ആദായ നികുതിദായകർക്ക് ആശ്വാസം നൽകുന്നതാണ് ബജറ്റെന്നും അനീഷ് കുമാർ പറഞ്ഞു. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ആലുവ സ്വദേശികളായ ഷമീർ, ഷഹീർ എന്നിവർക്കാണ് കുത്തേറ്റത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത്. കുത്തേറ്റ ഇരുവരെയും തൃശൂർ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഷഹീറിന് തോളിലും പുറത്തും, ഷമീറിന് കൈക്കുമാണ് കുത്തേറ്റത്. ഇരുവരും ചേർന്ന് അക്രമി സംഘത്തിലെ ഒരാളെ പിടികൂടി പോലീസിന് കൈമാറി. തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്താണ് പിടിയിലായത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം. HP ഏജൻസിയുടെ വാഴക്കോട് ഖാൻ പെട്രോൾ പമ്പിലാണ് രാവിലെ 10:45 അഗ്നിബാധ ഉണ്ടായത്. പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ പെട്രോൾ കലർന്നിരുന്നു. പമ്പിന് 30 മീറ്റർ മാറിയുള്ള പച്ചക്കറി കടയുടെ മുന്നിൽ പെട്രോൾ കലർന്ന വെള്ളം കെട്ടിക്കിടന്നിരുന്നു. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന വ്യക്തി സിഗരറ്റ് കുറ്റി വെള്ളത്തിലെറിഞ്ഞതിൽ നിന്നാണ് തീ പടർന്നത്. തീ കത്തിപ്പടർന്ന് പമ്പിലേക്ക് എത്തുകയായിരുന്നു. ഉയർന്നു കത്തിയ തീ വളരെ പെട്ടെന്ന് അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പമ്പിൽ നിന്നിരുന്ന ടാങ്കറിന്റെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു തീപിടുത്തം. എന്നാൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ പെട്ടെന്ന് പമ്പിൽ നിന്ന് ടാങ്കർ ഓടിച്ചു മാറ്റിയതിനാൽ ദുരന്തം ഒഴിവായി. വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ പച്ചക്കറി കടയിലെ പച്ചക്കറി തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. പമ്പിലേക്ക് പടർന്ന തീ വാൾവുകൾക്ക് മുകളിലൂടെ കത്തിയെങ്കിലും ഫയർഫോഴ്സ് പെട്ടെന്ന് തീ അണച്ചതിനാൽ തീ ടാങ്കിലേക്ക് പടർന്നില്ല. പമ്പിൽ നിർത്തിയിട്ടിരുന്ന ജീവനക്കാരന്റെ ബൈക്ക് ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. അഗ്നിബാധയെ തുടർന്ന് ഷൊർണൂർ റോഡിൽ അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ട്രെയിൻ വരുന്നത് കണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടിയ കവർച്ചാ സംഘത്തിലെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ. ആസാം സ്വദേശികളായ മുഹമ്മദ് സിറാജുൽ ഇസ്ലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹഖ് എന്നിവരെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അബ്ദുൽ കലാം പരിക്കേറ്റ് ആശുപത്രിയിലാണുള്ളത്. നിധി കിട്ടിയ സ്വർണം വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കോഴിക്കോട് നാദാപുരം സ്വദേശി ലെനീഷ്, സുഹൃത്ത് രാജേഷ് എന്നിവരെ ചാലക്കുടിയിൽ എത്തിച്ച് പണം വാങ്ങി ഓടുന്നതിനിടെയാണ് ട്രെയിൻ വന്നതും 3 പേരും പുഴയിലേക്ക് ചാടിയതും. അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ ട്രെയിൻ തട്ടുകയും പുഴയുടെ തീരത്തേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. വെള്ളത്തിലേക്ക് വീണ മറ്റ് 3 പേരും ചേർന്ന് അബ്ദുൽ കലാമിനെ ചുമന്ന് മുരിങ്ങൂരിലെത്തിക്കുകയും ഓട്ടോറിക്ഷയിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയുമായിരുന്നു. അബ്ദുൽ കലാമിനെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘം സമീപത്ത് മറഞ്ഞു നിന്ന 3 പേരെ പിടികൂടുകയായിരുന്നു. കോഴിക്കോട് നാദാപുരത്തെ ഷംസുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ JCB ഡ്രൈവറായിരുന്ന സിറാജുദ്ദീൻ അവിടെ തന്നെ ലോറി ഡ്രൈവറായ ലെനീഷിനെയാണ് കബളിപ്പിച്ചത്. ഈ പൈസ കൊടുത്താൽ മാത്രമേ സ്വർണം തരൂ എന്ന് പറഞ്ഞു. എന്നാൽ രാജേഷും ലെനീഷും കൂടെ ഈ പൈസ 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം സ്വർണത്തിൻ്റെ ഒരു കട്ടി അത് ഈ രാജേഷിനെ ഏൽപ്പിക്കും. അപ്പോൾ രാജേഷ് ഈ പലത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ബാക്കി പീസുകൾ കട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ മറ്റവരുടെ ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ്. JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുമ്പോൾ മറ്റൊരിടത്തു നിന്ന് ലഭിച്ച നിധി വില കുറച്ച് തരാമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തു. ഇത് വിശ്വസിച്ച് ലെനീഷ് സുഹൃത്തായ രാജേഷിനെയും കൂട്ടി നാദാപുരത്തു നിന്നും കാറിൽ തൃശ്ശൂരിലേക്ക് വന്നു. ഇതിനിടെ പെരുമ്പാവൂരിൽ ജോലി ചെയ്യുന്ന സിറാജുദ്ദീൻ്റെ സുഹൃത്തുക്കളായ അബ്ദുൾ കലാം, ഗുൽജാർ ഹുസൈൻ, മുഹമ്മദ് മുസ്മിൽ ഹഖ് എന്നിവരും എത്തിച്ചേർന്നു. ചാലക്കുടിയിലെത്തിയ സംഘം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് പണം കൈമാറിയത്. ലെനീഷിന് നൽകിയ സ്വർണം പരിശോധിക്കുന്നതിനിടെ 4 പേർ സംഘം ട്രാക്കിലൂടെ ഓടുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നു. ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവൻ, സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VO സിൽജോ, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, ജില്ലാ ഇൻ്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ OH ബിജു, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനൂസ്, സിൽജോ, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ജോഫി ജോസ്, ഷാജഹാൻ യാക്കൂബ്, ASI GBP ബാലൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CR സുരേഷ് കുമാർ എന്നിവർ പ്രതികൾ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ല.
കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 66 വീടുകൾക്കാണ് ജില്ലയിൽ നാശനഷ്ടം സംഭവിച്ചത്. തലപ്പിള്ളി താലൂക്കിലാണ് വലിയ നാശനഷ്ടം. 30 വീടുകൾക്കാണ് തലപ്പിള്ളിയിൽ ഭാഗിക നാശനഷ്ടം സംഭവിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചുഴലിക്കാറ്റ് ആവർത്തിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് നന്ദിപുലത്ത് മിന്നൽ ചുഴലി വീശിയിരുന്നു. ദൈർഘ്യവും വ്യാസവും ചെറുതാണെങ്കിലും ഇത്തരം ചുഴലികൾ അപകടകാരികളാണ്. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളും ഏറെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് കൂടുന്നതുമാണ് മിന്നൽ ചുഴലി പ്രതിഭാസത്തിന് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മിന്നൽ ചുഴലിയിൽ വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാലുമായി കൂടിക്കാഴ്ച നടത്തിയ കളക്ടർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. പഞ്ചായത്തിലെ 10ാം വാർഡ് ചിറ്റണ്ടയിൽ വയോധികയായ കാർത്തിയാനിയും അസുഖബാധിതയായ മകളും താമസിക്കുന്ന വീട് കളക്ടർ സന്ദർശിച്ചു. മരം വീണ് ഇവരുടെ വീടിന്റെ പുറകുവശം തകർന്നിരുന്നു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീട് കാലപ്പഴക്കത്താൽ തകർന്ന വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ഇവർക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ പ്രത്യേക പരിഗണന നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനമ്പം ഫെറിയിൽ ബോട്ട് സർവീസ് സ്തംഭിച്ചതോടെ തീരമേഖലയിൽ യാത്രാ ദുരിതം രൂക്ഷം. സർവീസ് നിർത്തിവെപ്പിച്ചതിനെതിരെ ബോട്ട് നടത്തിപ്പുകാരൻ രംഗത്ത്. പാലം നിർമ്മാണത്തിന് വേണ്ടിയാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചതെന്നും എന്നാൽ ഇതിന്റെ പഴി ബോട്ട് സർവീസിന് മേൽ കെട്ടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ബോട്ട് നടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പോർട്ട് ഓഫീസിൽ നിന്ന് പോർട്ട് ഓഫീസർ വന്നിട്ട് ഇതിന് ആനുവൽ സർവേ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ജോലിക്കാർക്ക് വേണ്ടത്ര ലൈസൻസ് ഇല്ല. അപ്പോൾ അത് പ്രകാരം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നൊരു ഇതാണ്. സ്റ്റോപ്പ് ചെയ്യാനല്ല പറഞ്ഞത്, മെമ്മോ അടിച്ചിട്ട് ഇനി ഓടണ്ടെന്ന് പറഞ്ഞു. അക്കരെ ബോട്ട് മാറ്റി കൊടുക്കണം, പാലം പണിക്ക് തടസ്സമൊന്നും. അപ്പോൾ അതിൻ്റെ പേരിൽ പാലം പണിയാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത്, അല്ലാണ്ട് ഈ സർവീസല്ല. അപ്പോൾ കാരണം പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ കുറ്റം പറഞ്ഞിട്ടാണ് നിർത്തിച്ചേക്കുന്നത്. 800 മീറ്റർ മാത്രം ദൂരമുള്ള ജലയാത്ര തടസ്സപ്പെട്ടതോടെ അഴീക്കോട് നിന്നും മുനമ്പത്തെത്താൻ കൊടുങ്ങല്ലൂർ മൂത്തകുന്നം മാല്യങ്കര വഴി 20 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും ബോട്ടിനെ ആശ്രയിക്കുന്നത്. ബോട്ടിന് ആവശ്യമായ രേഖകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുറമുഖ വകുപ്പ് ബോട്ട് സർവീസ് തടഞ്ഞത്. അഴീക്കോട് മുനമ്പം പാല നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ജങ്കാർ സർവീസ് അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് 40ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിന് അനുമതി നൽകിയത്. മാസങ്ങൾക്ക് മുൻപ് മുനമ്പത്ത് താൽക്കാലിക ജെട്ടി സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും സ്ഥലവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്രയും വേഗം മുനമ്പത്ത് ബോട്ടടിപ്പിക്കാൻ താൽക്കാലിക സംവിധാനമുണ്ടാക്കി ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സർവീസ് റോഡ് ഇടിയുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. അടിപ്പാത നിർമ്മാണത്തിനായി സർവീസ് റോഡിനോട് ചേർന്നാണ് കുഴിയെടുത്തിരിക്കുന്നത്. 3 ദിവസമായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് സർവീസ് റോഡ് അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുകളിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും പോകുന്നത്. മണ്ണ് ഊർന്നുപോയതിനാൽ സർവീസ് റോഡിനടിയിൽ അങ്ക് രൂപപ്പെട്ടിരിക്കുകയാണ്. മഴ കനത്താൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. പ്രദേശത്ത് റോഡ് കുഴിക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് കരാർ കമ്പനി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. മണ്ണിടിച്ചിൽ ആരംഭിച്ചതോടെ പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾ ഒറ്റവരിയിലൂടെയാണ് കടത്തിവിടുന്നത്. കുന്നംകുളം പാറയമ്പാടത്ത് റോഡിലെ കുഴിയിൽ വീണ ബൈക്കിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പോർക്കുളം സ്വദേശി മരിച്ചു. പോർക്കുളം കൊങ്ങണൂർ വിളക്കുമാടത്തിൽ വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ശശിധരൻ ചൊവ്വാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് പാറയമ്പാടം കുരിശുപള്ളിക്ക് സമീപം അപകടമുണ്ടായത്. കുണ്ടും കുഴിയും നിറഞ്ഞ സംസ്ഥാന പാതയിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേരാണ് മരിച്ചത്. യഥാസമയം അധികൃതർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിയിൽ ഇത്തവണ 10 ടീമുകൾ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം 5 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ വിയൂർ സെന്റർ, അയ്യന്തോൾ ദേശം, സീതാറാം മിൽ, കാനാട്ടുകര ദേശം, ശക്തൻ പുലിക്കളി സംഘം,
ശങ്കരൻകുളങ്ങര ദേശം, ചക്കാമുക്ക്, പാട്ടുരാക്കൽ ദേശം, വിയൂർ ദേശം, പൂങ്കുന്നം സെന്റർ എന്നീ ടീമുകളാണ് ഉണ്ടാവുക. സെപ്റ്റംബർ 18-നാണ് ഈ വർഷത്തെ പുലിക്കളി. 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ മധ്യവയസ്കനെ 10 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചു. കാടശ്ശേരി സ്വദേശി സുകുമാരനെയാണ് ജഡ്ജി വിവിജ സേതുമോഹൻ ശിക്ഷിച്ചത്. 2019-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. പുതുക്കാട് സെന്ററിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയ ചായക്കട പഞ്ചായത്ത് അധികൃതർ പൂട്ടിച്ചു. ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കടയിൽ പതിച്ചു. 2 ദിവസം മുൻപാണ് കടയിൽ നിന്ന് കഞ്ചാവ് മിഠായികളും ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പുതുക്കാട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കടയുടമയും സഹായിയും പോലീസ് പിടിയിലായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കടയിൽ വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വൻതോതിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയ കട തുറന്ന് പ്രവർത്തിച്ചതിനെതിരെ പരാതിയുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതിനിടെയാണ് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ കട അടപ്പിച്ചത്. ലഹരി വിൽപ്പന നടത്തുന്ന കടകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് പരിധിയിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കട അടപ്പിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ അടിയന്തര ഇടപെടലിൽ 7 വർഷമായി കിടപ്പിലായ മധ്യവയസ്കനെ സംരക്ഷണ കേന്ദ്രത്തിൽ പുനരധിവസിപ്പിച്ചു. പടിയൂർ സ്വദേശി ആലുക്കപ്പറമ്പിൽ വീട്ടിൽ അമ്മണിയുടെ മകൻ പ്രദീപനെയാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കിടപ്പിലായി തന്റെ മകന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന് അപേക്ഷ നൽകിയിരുന്നു. വയോധികയായ അമ്മണിയുടെ ജീവിത സാഹചര്യങ്ങൾ കേട്ടറിഞ്ഞ മന്ത്രി ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അന്വേഷണം നടത്തി അടിയന്തരമായി പ്രദീപന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ നിർദ്ദേശപ്രകാരം പ്രദീപനെ പൊറുത്തിശ്ശേരിയിലുള്ള അഭയാഭവൻ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി സംരക്ഷണം ഉറപ്പാക്കിയത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ പ്രദീപൻ തെങ്ങിൽ നിന്നും വീണ് കഴിഞ്ഞ 7 വർഷമായി കിടപ്പിലാണ്. 2 സഹോദരന്മാരുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങളും മാതാവിന്റെ പ്രായാധിക്യവും മൂലം വീട്ടിൽ പരിചരിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ഓർഫനേജ് കൌൺസിലർ ദിവ്യ അബീഷ്, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, ബ്ലോക്ക് മെമ്പർ രാജേഷ് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദീപനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. TCV ന്യൂസ്, തൃശൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി ദിനാചരണം സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ ദിനാചരണം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉഷ പ്രഭാകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ, സംസ്ഥാന കമ്മിറ്റി അംഗം KV നഫീസ, ജില്ലാ ട്രഷറർ KR സീത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ വിഷയാവതരണം നടത്തി. ചിയാരം കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിൽ സിനിമാറ്റോഗ്രഫിയെ സംബന്ധിച്ച് മാസ്റ്റർ ക്ലാസ് സംഘടിപ്പിച്ചു. ഛായാഗ്രഹണ രംഗത്തെ നൂതന രീതികളെയും പ്രവണതകളെയും കുറിച്ച് പ്രമുഖ ഛായാഗ്രഹകൻ മധു നീലകണ്ഠൻ ക്ലാസ് നയിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ അരുൺ ജോൺ മാണി അധ്യക്ഷത വഹിച്ചു. സീനിയർ ഫാക്കൽറ്റിമാരായ ഫാദർ ജിജോ തീത്തായ്, ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിക്ട്, കോർഡിനേറ്റർ ജോൺ ഇമ്മട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിൽ നിരൂപകനും നിർമ്മാതാവുമായ TU ഷാജി മോഡറേറ്ററായി. നീണ്ട നാളത്തെ അലച്ചിലിന് അവസാനമായി. ശിവരാമന് ഇനി മഴ നനയാതെ കിടന്നുറങ്ങാം. വാർദ്ധക്യത്താലും രോഗങ്ങളാലും അവശനായ വാടാനപ്പള്ളി നെടുമ്പാറൻ ശിവരാമനെ വാടാനപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അഭയകേന്ദ്രത്തിലെത്തിച്ചു. മുംബൈയിലായിരുന്ന ശിവരാമൻ 25 വർഷം മുൻപാണ് നാട്ടിലെത്തിയത്. അന്നു മുതൽ കടത്തിണ്ണകളിലും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലുമായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. വാർഡിലെ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി വാർഡംഗം KB ശ്രീജിത്താണ് ശിവരാമന്റെ ദുരിതാവസ്ഥ സാമൂഹ്യനീതി വകുപ്പിനെ അറിയിച്ചത്. സർക്കാരിൻ്റെ പുതിയ പദ്ധതിയായ വാർഡിലുള്ള അതിദരിദ്രരെ കണ്ടെത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ശിവരാമേട്ടൻ വീടുമില്ല, സ്ഥലവുമില്ല,
അങ്ങനെ അലഞ്ഞു തിരി നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും ആവശ്യം ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ സുഖമായി കഴിയാനുള്ള ഭക്ഷണം, അതൊക്കെ കിട്ടുക അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിനെ ഒരു സദനത്തിലേക്ക് മാറ്റുകയാണ്, ഒരു ആശ്രമത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഉള്ളൊരു വ്യക്തിയെ കൂടുതൽ ആശ്വാസകരമായൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിച്ചതിലേറെ സന്തോഷവാനാണ്. റേഷൻ കാർഡും ആധാർ കാർഡും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തു നൽകി. തുടർന്ന് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇദ്ദേഹത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് എന്ന വൃദ്ധസദനത്തിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ നേതൃത്വത്തിലാണ് ശിവരാമനെ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രോവിൻസ് സദനത്തിലേക്ക് മാറ്റിയത്. ശേഷിക്കുന്ന കാലം മഴയും വെയിലും കൊണ്ട് അലഞ്ഞു തിരിയാതെ ശിവരാമന് ഇവിടെ കഴിയാം. വാർഡംഗം ശ്രീജിത്തിനോടും പഞ്ചായത്ത് ഭരണസമിതിയോടും നന്ദി പറഞ്ഞാണ് ശിവരാമൻ വാടാനപ്പള്ളിയിൽ നിന്ന് യാത്രയായത്. TCV ന്യൂസ്, അന്തിക്കാട്. അളകപ്പനഗർ വെണ്ടോർ സ്വദേശിനി കൃഷ്ണവേണിക്ക് ജപ്പാൻ സർക്കാരിന്റെ സ്കോളർഷിപ്പ്. പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായുള്ള ജപ്പാൻ സർക്കാരിന്റെ ഉന്നത സ്കോളർഷിപ്പായ മെക്സ്റ്റ് സ്കോളർഷിപ്പാണ് കൃഷ്ണവേണിക്ക് ലഭിച്ചത്. 3.5 വർഷത്തെ പഠനത്തിനും ഗവേഷണത്തിനുമുള്ള മുഴുവൻ ചിലവുകളും മറ്റ് ചിലവുകളും പൂർണ്ണമായി ജപ്പാൻ സർക്കാർ വഹിക്കും. വെണ്ടോർ കൂവക്കാടൻ ബിജുവിന്റെയും തൃശൂരിൽ അഭിഭാഷകയായ ഷൈനിയുടെയും മകളായ കൃഷ്ണവേണി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും എർത്ത് സിസ്റ്റം സയൻസിൽ എംടെക്കും നേടിയിട്ടുണ്ട്. മണ്ണിടിച്ചിലും പ്രളയവും കാറ്റുമുണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന കാലത്ത് പഠനം നാടിന് പ്രയോജനകരമായ വിധം ഉപയോഗപ്പെടുത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് കൃഷ്ണവേണി പറയുന്നു. സ്ലേറ്റ്സ് ആയിരുന്നു എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ജപ്പാനാണ്. പിന്നെ ജപ്പാന് ഇതിന് നല്ലതായതുകൊണ്ട് അവർ പിന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഞാൻ ബിടെക് മുതൽ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് തുടങ്ങിയിട്ടാണ്. അതിപ്പോൾ എംടെക് കഴിയുമ്പോൾ കറക്റ്റ് സമയത്തിന് അത് കിട്ടി. കാപ്പ പ്രതിക്ക് ജില്ലയിൽ 1 വർഷത്തെ പ്രവേശന വിലക്ക്. നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നിരുന്ന മുളയം പീടികപ്പറമ്പ് സ്വദേശി എടത്തറ വീട്ടിൽ ജോബി എന്ന് വിളിക്കുന്ന രാഹുലിനെതിരെയാണ് തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബീഗം കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. പ്രതിക്ക് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വധശ്രമം ഉൾപ്പെടെ 5 കേസുകളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും ഉൾപ്പെടെ 6 കേസുകൾ നിലവിലുണ്ട്. ഇനി വാണിജ്യം. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രീ ഡിപ്പാർച്ചർ ഇവന്റിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിദേശ പഠന മേഖലയിൽ 2 പതിറ്റാണ്ടിലേറെക്കാലമായി ശ്രദ്ധേയമായ സേവനം നടത്തിവരുന്ന വിശ്വസ്ത സ്ഥാപനമാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്. ഈ സ്ഥാപനം വഴി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും വളരെ ഉത്തരവാദിത്തത്തോടെയാണ് GSL നൽകി വരുന്നത്. GSLന്റെ സോണൽ മാനേജർമാരായ റിയാസ് അഹമ്മദും ഗ്രീഷ്മ ഹരിദാസും ചേർന്ന് പ്രീ ഡിപ്പാർച്ചർ ഇവന്റ് ഉദ്ഘാടനം ചെയ്തു. GSL ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ നന്ദിനി ശ്രീകുമാറാണ് ഇവന്റ് നയിച്ചത്. വിദേശ പഠന മേഖലയിൽ 20 വർഷത്തിൽ പരം അനുഭവ സമ്പത്തുള്ള റജുലേഷ് വട്ടപ്പറമ്പിലാണ് GSLന്റെ ഡയറക്ടർ. ഇതുവരെ 42,000-ലധികം വിദ്യാർത്ഥികളാണ് GSL വഴി UK, കാനഡ, ഓസ്ട്രേലിയ, USA, ജർമ്മനി തുടങ്ങി 20-ലധികം രാജ്യങ്ങളിലായി വിദേശ പഠനത്തിനായി പോയിരിക്കുന്നത്. ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്കും 2025 ജനുവരി മാർച്ച് മാസങ്ങളിലെ ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് GSLന്റെ തൃശൂർ വെസ്റ്റ് ഫോർട്ടിലുള്ള ബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9072697999. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6485 രൂപ, പവന് 51,880 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3462 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
പ്രധാന വാർത്തകൾ വീണ്ടും. 9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. കാർഷിക മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും പരിഗണന. മൊബൈൽ ഫോണിനും സ്വർണത്തിനും വില കുറയും. ബജറ്റിൽ കേരളത്തിന് നിരാശ. തൃശൂർ വെളിയന്നൂരിൽ ആഭരണ നിർമ്മാണ തൊഴിലാളികളായ 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച് 4-അംഗ സംഘം 630 ഗ്രാം സ്വർണം കവർന്നു. സ്വർണം വാങ്ങാനെന്ന വ്യാജേന ലോഡ്ജിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു ആക്രമണം. ഒരാൾ പിടിയിൽ. വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തമുണ്ടായത് പെട്രോൾ കലർന്ന വെള്ളത്തിലേക്ക് സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് പച്ചക്കറി കടയിലെ സാധനങ്ങൾ കത്തിനശിച്ചു. ചാലക്കുടി പുഴയിൽ ചാടിയ തട്ടിപ്പ് സംഘത്തിലെ 4 പേർ പിടിയിലായി. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ. തുടർച്ചയായ മിന്നൽ ചുഴലിക്കാറ്റിൽ ആശങ്കയോടെ ജില്ലയിൽ ചുഴലിക്കാറ്റിൽ തകർന്നത് 66 വീടുകൾ. വ്യാപകമായ നാശനഷ്ടം സംഭവിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.